ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്കുള്ള ഈ ഒരു പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ ഉണ്ടാകുമോ, അതിന്റെ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് എന്താണ്, അതേപോലെ ഇതിന്റെ ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് തുടങ്ങിയ ഒരുപാട് ഡൗട്ട്സ് നമ്മളോട് സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് എന്നത്തേക്ക് പ്രതീക്ഷിക്കാം, ഉടൻ ഉണ്ടാകുമോ അതോ ഡിലേ ആകുമോ, അതേപോലെ ഇതിന്റെ എക്സാം ഡീറ്റെയിൽസ്, ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസും അതേപോലെ അഡ്വൈസ് ഡീറ്റെയിൽസും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പോസ്റ്റിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു പോസ്റ്റിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2021 ഇതിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. 516/2021 ആയിരുന്നു കാറ്റഗറി നമ്പർ. അന്ന് ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എ സെക്കൻഡ് ക്ലാസ് ബാച്ചിലർ ഡിഗ്രി വിത്ത് 50% മാർക്ക് ഇൻ എനി ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി, എൻവയോൺമെന്റൽ സയൻസ് ഓർ മൈക്രോബയോളജി ഓർ ബയോടെക്നോളജി ഓർ ലൈഫ് സയൻസ് വിത്ത് സബ്സിഡറി ആസ് കെമിസ്ട്രി, അല്ലെങ്കിൽ മൈക്രോബയോളജി ഫ്രം എ UGC റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ. ഇതായിരുന്നു അന്ന് ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 27,900 മുതൽ 63,700 വരെയാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയും ആയിരുന്നു. അപ്പോൾ ഇത് ലാസ്റ്റ് 2021 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഉള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ പറഞ്ഞത്. ക്വാളിഫിക്കേഷൻ, അതേപോലെ സ്കെയിൽ ഓഫ് പേ, ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പോസ്റ്റിന്റെ ബൈ ട്രാൻസ്ഫർ നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഇയറിൽ വന്നിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസും അതേപോലെ ഇക്വലൻസി ഏതൊക്കെ സബ്ജക്ട്സ് ആയിരുന്നു വന്നതെന്നും നമുക്ക് നോക്കാം. അപ്പം BSc കെമിസ്ട്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇക്വലൻസി ആയിട്ട് വന്നിട്ടുള്ള സബ്ജക്ട്സ് എന്ന് പറയുന്നത് BSc ബയോടെക്നോളജി, സുവോളജി ആൻഡ് കെമിസ്ട്രി, BSMS, BSc MSc ഇന്റഗ്രേറ്റഡ് കെമിസ്ട്രി, BSMS ബാച്ചിലർ ഓഫ് സയൻസ്, മാസ്റ്റർ ഓഫ് സയൻസ് കെമിസ്ട്രിയിൽ, അതേപോലെ BSc മൈക്രോബയോളജി ക്വാളിഫിക്കേഷന് ഇക്വലന്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് BSc മെഡിക്കൽ മൈക്രോബയോളജി, MSc അപ്ലൈഡ് മൈക്രോബയോളജി, അതേപോലെ BSc ബയോടെക്നോളജിക്ക് BSc ബയോകെമിസ്ട്രി, BSc ബോട്ടണി ആൻഡ് ബയോടെക്നോളജി, BSc ബോട്ടണി ആൻഡ് ബയോടെക്നോളജി റീസ്ട്രക്ചേർഡ്, അതേപോലെ BSc ബയോടെക്നോളജി, സുവോളജി ആൻഡ് കെമിസ്ട്രി, അതേപോലെ BSc ലൈഫ് സയൻസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇക്വലൻസി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന്റെ PDF നമ്മൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇതിലുണ്ടോ എന്ന് നിങ്ങൾക്ക് അന്നേരം ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഇതിന്റെ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 6/12/2023 കട്ട് ഓഫ് എന്ന് പറയുന്നത് 53 ആണ്. അതേപോലെ ടോപ്പ് മാർക്ക് എന്ന് പറയുന്നത് 73. ടോട്ടൽ 48 അഡ്വൈസ് പോയിട്ടുണ്ട്. 165 പേരുള്ള ഒരു മെയിൻ ലിസ്റ്റ് ആയിരുന്നു ഇതെന്ന് പറയുന്നത്. അപ്പം 2023 ഡിസംബറിലാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. PSCയുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ തന്നെ പുതിയ നോട്ടിഫിക്കേഷൻസ് വരികയും അതിന്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. അതായത് റാങ്ക് ലിസ്റ്റ് തീരുമ്പോൾ തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്ന രീതിക്കുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവർ പോകുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഇതിന് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ ഇയർ എൻഡിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ആദ്യമോ മിഡിലോ ഒക്കെ ആയിട്ട് നമുക്ക് ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. അത്യാവശ്യം നല്ല നമ്പർ ഓഫ് അഡ്വൈസസും പോയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണിത്. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവരെല്ലാം തന്നെ ഒരു എക്സാമിനായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യണം. കാരണം നമ്മൾ PSCയുടെ ഓൾറെഡി ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു, അതായത് റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ തന്നെ പുതിയ നോട്ടിഫിക്കേഷൻസ് വരികയും അതിന്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യുകയും ചെയ്യുന്ന കാര്യം. അതായത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉടൻ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ അതിന്റെ എക്സാംസ് അവർ കണ്ടക്ട് ചെയ്യുകയും അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്ന് കരുതിയാൽ നമുക്ക് ആ ഒരു വാസ്റ്റ് സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ടൈം പോലും നമുക്ക് ആ ഒരു ടൈം പീരീഡിൽ കിട്ടില്ല. ഒരു ഷോർട്ട് ടൈം പീരീഡിലായിരിക്കും അതിന്റെ എക്സാംസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ PSC കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമെന്ന് ഉറപ്പുള്ളൊരു പോസ്റ്റ് തന്നെയാണിത്. അപ്പം ഇതിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ നേരത്തെ തന്നെ തുടങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താനുള്ള ഏറ്റവും മികച്ച തീരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ ഇതിന്റെ കോഴ്സസും കാര്യങ്ങളും ഒക്കെ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തിക്കുന്നതുമായിരിക്കും. അതേപോലെ തന്നെ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയിലേക്കുള്ള സയന്റിഫിക് ഓഫീസറിന്റെ എക്സാം ഡേറ്റ് വന്ന വിവരം നിങ്ങൾ ഓൾറെഡി അറിഞ്ഞതാണ്. 30/12/2025 എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ ഒരു കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്തിട്ടുള്ള ഒരു ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.